ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 169 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും സായി വായിക്കുന്നതും ഭജന പാടുന്നതും ശ്രീ ഷാജി വയനാട് എന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മളുടെ കേരളത്തിൽ നിന്ന് 8 പേരെയാണ് നമ്മളുടെ രുദ്രജപത്തിന് വേണ്ടിയിട്ട് ഋത്തിക്സ് ആയിട്ട്, അതായത് ഹോമം ചെയ്യാൻ അധികാരികളായിട്ട് തിരഞ്ഞെടുത്ത 8 പേരില് 2 പേര് വയനാട് നിന്നുള്ളവരായിരുന്നു. അതൊന്ന് ശ്രീ ഷാജിയും മറ്റേത് നമുക്ക് മെനങ്ങാൻ നമ്മളോട് സംസാരിച്ച ശ്രീ സന്ദീപ് ജി ആയിരുന്നു. അപ്പൊ ഇന്ന് അന്നത്തെ അനുഭവങ്ങളെല്ലാം അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. ഇന്നത്തെ കോർഡിനേറ്റർ ശ്രീ കൃഷ്ണകുമാരി മഞ്ചേരിയാണ്. കൃഷ്ണകുമാരി ഓങ്കാരം തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിൽ പങ്കെടുക്കാവുന്ന എല്ലാവർക്കും സായിരാം. ഞാൻ 3 ഓങ്കാരം പറയുകയാണ്. അത് കഴിഞ്ഞ് 3 സായി ഗായത്രി. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഷാജി എന്ന് പറഞ്ഞാല് വീഡിയോ ഓൺ ചെയ്തിട്ട് പിന്നെ സായിവാണി വായിച്ചോളൂ. സായിവാണി. സായിരാം. ഓഡിയോ ഓൺ അല്ല. ഓഡിയോ ഓൺ ആക്കണം. ഓഡിയോ ഓൺ അല്ല, ഷാജിയുടെ ഓഡിയോ. ഓഡിയോ കേൾക്കാമല്ലോ അല്ലെ? സായിരാം, കേൾക്കാം. സായിരാം. വിദ്യാവാഹിനിയിലെ തുടക്കത്തിലെ ചാപ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. ശബ്ദമാണ് വേദത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ശബ്ദം അത് മാധുര്യത്തെ, സംഗീതത്തെ, ഹാർമണിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതിൽ നിന്നാണ് വേദം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് അനാലിസിസിനോ അല്ലെങ്കിൽ ചിന്തനങ്ങൾക്കോ അല്ലെങ്കിൽ കമന്റുകൾക്കോ ഒന്നും വശപ്പെടുന്നതല്ല വേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദത്തിന് ശ്രുതി എന്ന് പറയുന്നത്. കേൾക്കുന്നത് എന്ന അർത്ഥത്തിൽ ശ്രുതി എന്നാണ് വേദത്തിനെ പറയുന്നത്. അപ്പൊ ആ വേദത്തിന്റെ ആ ഒരു ഘോഷം, വേദ മന്ത്ര ജപങ്ങളുടെ ആ ശ്രവണം തന്നെ ആത്മാവിന്റെ ആ ഒരു ഉണർവിനെ സഹായിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ആനന്ദം കിട്ടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് മാത്രമല്ല, അത് ചുറ്റിലും നിൽക്കുന്ന എല്ലാവർക്കും തന്നെ മംഗളങ്ങൾ അരുളുന്നതാണ് വേദം എന്ന് പറയുന്നത്. അതിനെ തന്നെ ഭഗവാൻ പറയുന്നു, അത് പ്രപഞ്ചത്തിലെ ശക്തികളെയും അത്ഭുതങ്ങളെയും പറ്റി മനനം ചെയ്ത ഋഷികൾക്ക് അവിടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭൂതമായി വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് സാമവേദത്തില് ജഗദീശ്വരന്റെയും സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും മഹത്വങ്ങളെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ നമുക്ക് ഗാനരൂപേണ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ നിർമ്മാണത്തിൽ ധാരാളം
രഹസ്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റിയുള്ള ആ ചിന്തനങ്ങളാണ് നമുക്ക് അഥർവണ വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മംഗളകരമായ യജ്ഞങ്ങൾ, മറ്റു ചടങ്ങുകൾ, അതിനെപ്പറ്റിയെല്ലാം ചർച്ച ചെയ്യുന്നതാണ് യജുർവേദം എന്ന് പറയുന്നത്. ഈശാവാസ്യം ഇതം ജഗത്ത്, ഭഗവാന്റെ ആലയം ഈ ജഗത്ത്, ഈ ലോകം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ എൻ്റേത് ആണ് ഇത് ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന് യാതൊരു അവകാശവുമില്ല. നമ്മൾ മോഹത്തിന്റെ ബന്ധനങ്ങൾ ഉപേക്ഷിക്കുക, പ്രഭുവിന്റെ സാന്നിധ്യം എല്ലായിടത്തും അറിയുക, ഭഗവാൻ തന്നിരിക്കുന്ന ആ ആനന്ദം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ആത്മീയ ആനന്ദമായിട്ട് അനുഭവിക്കുക. അതാണ് ഋഷികൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന സൂത്രവാക്യങ്ങൾ. ഞാൻ എന്നും എൻ്റേത് എന്നുള്ള എല്ലാ വികാരങ്ങളെയും നമ്മൾ പുറന്തള്ളുക എന്ന് വിചാരിച്ച് നമ്മൾ ഇഹലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ത്യജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇഹലോകത്തിലെ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ അത് എപ്പോഴും ഒരു ഡിറ്റാച്ച്മെന്റോടുകൂടി, വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ അതിനോടുള്ള ആസക്തി ഇല്ലാതെ കണ്ട് നമ്മൾ അനുഭവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാ പ്രവൃത്തികളും നമ്മൾ ഉരച്ചു നോക്കുക. എങ്ങനെ ഇത് അത്യാഗ്രഹത്തിൽ നിന്നോ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നോ ഉയർന്ന പ്രവൃത്തിയാണോ ഇത് എന്ന് അന്വേഷിച്ച് നമ്മൾ ഓരോ ജീവിതത്തിലെ നിത്യപ്രവൃത്തികളെ വിലയിരുത്തുകയാണെങ്കിൽ ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് വിദ്യ എന്ന് പറയുന്നത്. ഇതാണ് വിദ്യാവാഹിനിയിലെ വേദങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. അത് ധാരാളം ഉണ്ട്. ഞാൻ കുറച്ചൊന്ന് സംക്ഷിപ്തമായിട്ട് അർത്ഥം മാത്രമായിട്ടാണെന്ന് വായിച്ചത്. സായിരാം. അനുഭവം പറഞ്ഞോളൂ. ആ കേട്ടോ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. സായിരാം. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന, മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സായി കുടുംബത്തിലെ രുദ്രാത്മ സ്വരൂപരായിട്ടുള്ള, സായി സ്വരൂപരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമ്മള് എക്കോ വരുന്നുണ്ടോ? ചെറിയൊരു എക്കോ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ആ ശരി ശരി, ഓക്കെ. അപ്പൊ ഋത്തിക് എന്ന ഒരു പദം, ഋത്തിക് ആയിട്ടാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ എന്താണ് ഋത്തിക് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ഋത്തിക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യജ്ഞം ചെയ്യുന്ന പുരോഹിതൻ, അല്ലെങ്കിൽ കൃത്യമായ ഋതുക്കളിൽ ഉചിതമായ സമയത്ത്, അതായത് കൃത്യമായ ഋതു എന്ന് പറഞ്ഞാൽ ഉചിതമായ സമയത്ത് ഉചിതമായ ആഹുതികൾ സമർപ്പിക്കുന്ന ആളാണ് ഋത്തിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സീസണുകൾക്കും ഓരോ
കൃത്യമായിട്ടുള്ള ആഹുതികൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ആളെയാണ് ഋത്വിക് എന്ന് പറയുന്നത്. വളരെ ഉന്നതമായ ഒരു അർത്ഥമാണ് ഋത്വിക് എന്നുള്ള ഒരു പദത്തിനുള്ളത്. നമ്മൾ യജ്ഞകുണ്ഡത്തില് നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന ആ ഒരു ക്രിയയായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ഋത്വിക് ആവാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യത നേടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഈ ഒരു പദവിയിൽ എത്തിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് വേദാധ്യയനം തുടങ്ങുന്ന സമയത്ത് 10-25 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഗണപതി പ്രാർത്ഥന, ശിവോപാസന മന്ത്രം, മന്ത്രപുഷ്പം, ഇങ്ങനെയുള്ള കുട്ടിത്തരം കാര്യങ്ങളും, നാരായണോപനിഷത്ത്, ശ്രീസൂക്തം, അങ്ങനെയുള്ള കുറച്ച് പുരുഷ സൂക്തം ഇതൊക്കെ പഠിച്ചു. ശ്രീരുദ്രം പഠിച്ചു എന്ന് പറഞ്ഞാൽ വായിക്കാൻ പഠിച്ചു. അങ്ങനെ കാണാതെയോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് ചൊല്ലാനോ അങ്ങനെ അതിന്റെ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. ഒരു പ്രാവശ്യം ഭക്തിയിൽ ചൊല്ലാനൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. കാരണം ഈ മന്ത്രങ്ങളൊന്നും പൊതുവെ സമിതിയിൽ അങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് വേദഘോഷം ഉണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും അറിയണത് വേണം എന്നുള്ളത് കൊണ്ട് പൊതുവെ മന്ത്രപുഷ്പം, അങ്ങനെ ശിവോപാസന അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെയാണ് പൊതുവെ ചൊല്ലാറുള്ളത്. അപ്പൊ എല്ലാവർക്കും കൂടെ പാടാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് അതാണ് ചൊല്ലിക്കൊണ്ടിരുന്നതൊക്കെ. പിന്നീട് ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് നമ്മുടെ വയനാട് ജില്ലയിലെ ഏകാദശ രുദ്രജപം തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാ മാസവും ഏകാദശ രുദ്രം ജപിക്കാൻ തുടങ്ങി. ഏകാദശ രുദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ രുദ്രം നമകം 11 പ്രാവശ്യവും ചൊല്ലും, ചമകം അതിനിടയ്ക്ക് കൂടി ഒരു പ്രാവശ്യമായിട്ടും ചൊല്ലി വരും. അപ്പൊ അത് മാസത്തിൽ ഒരിക്കലും നടത്താൻ തുടങ്ങി. അപ്പൊ അതില് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പങ്കെടുക്കാൻ പറ്റി. എല്ലാത്തിലും മുടക്കമില്ലാതെ എല്ലാത്തിലും ഭഗവാൻ എന്നെ അതിൽ പങ്കെടുപ്പിച്ചു. അപ്പൊ അങ്ങനെ 3 വർഷം അത് പോയി എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് 4ാമത്തെ വർഷം ആയപ്പോഴാണ് ഒരു മെയ് ജൂൺ മാസത്തിലൊക്കെയാണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് വന്നു. അതിരുദ്ര മഹായജ്ഞം ഭഗവാന്റെ 100ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് വരുന്നു. അത് അതിൽ പങ്കെടുക്കാൻ 11 ദിവസം അവിടെ താമസിച്ച് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് രജിസ്റ്റർ ചെയ്യണം, രുദ്രം ജപിക്കാൻ അറിയണം, മഹാനാരായണ ഉപനിഷത്ത് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഫോം ഒക്കെ വന്നു. സത്യം പറഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം അങ്ങനെ പൊതു ഗ്രൂപ്പുകളിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും സ്റ്റേറ്റ് വേദ കോർഡിനേറ്റർമാര് അവർക്ക് അറിയാവുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ചൊല്ലിച്ച് ക്വാളിറ്റി നോക്കി ഏകദേശം ഒരു 90% മാർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ സെലക്ട് ചെയ്തതും പേര് കൊടുത്തതും. അവരാണ് സെൻട്രൽ ടീമിന് ശ്രുതി ശ്രേണി ഗ്രൂപ്പിനൊക്കെ ഇത് പേരുകൾ കൊടുത്തത്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ വന്നപ്പോഴ് ഏകാദശ രുദ്രത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാതിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഈ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ മെസ്സേജ് കണ്ടു. അപ്പൊ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാൻ എത്ര നല്ലൊരു പരിപാടി നടക്കുകയാണല്ലോ. അപ്പോ പൊതുവെ ഞാൻ പുട്ടപർത്തിയിലെ വേദജപത്തിനാണെങ്കിലും ഒന്നും അങ്ങനെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാറില്ല. കാരണം അവിടെ ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം പിന്നെ 10-20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചൊല്ലിക്കോട്ടെ, അവർക്ക് ചാൻസ് കിട്ടട്ടെ എന്നുള്ളതിലും നമ്മൾ പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടും അതിൽ അങ്ങനെ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഇതിലും അങ്ങനെയൊന്ന് വയ്യോട്ട് നിന്നു ആദ്യം മെസ്സേജ് കണ്ടപ്പോൾ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി 11 ദിവസം ഉണ്ടല്ലോ, 11 ദിവസം അവിടെ തർത്തിയിൽ താമസിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറവായിരിക്കില്ലേ. 11 ദിവസം താമസിക്കണം. അതിന്റെ മുന്നേ 2 ദിവസം പിന്നെ ഒരു ദിവസമൊക്കെ എന്തായാലും ഒരു 10-14 ദിവസം ലീവ് എടുത്തിട്ട് അവിടെ താമസിക്കേണ്ടി വരും. 11 ദിവസം ഇരിക്കേണ്ടി വരും. ഏകാദശ രുദ്രജപം എന്ന് പറഞ്ഞാൽ തന്നെ 3 മണിക്കൂറാണ്. പിന്നെ അതിന്റെ മുന്നേ ഒരു മഹാന്യാസ ജപമുണ്ട്, അത് ഒരു 1 മണിക്കൂർ വരും. പിന്നെ ഹോമമുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി 5-6 മണിക്കൂർ ഒരേ ഇരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇരിക്കാനുള്ള കഴിവാണ്. എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ വലിയൊരു പ്രശ്നമില്ല. അഖണ്ഡ ഭജനയിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കിട്ടിയൊരു പരിചയം ആണ് കേട്ടോ.
അപ്പൊ അങ്ങനെ ശിവരാത്രിയിലൊക്കെ ഉറക്കമൊഴിച്ചിരിക്കുമ്പോഴൊന്നും അങ്ങനെ ഇരിക്കാൻ പ്രശ്നം ഉണ്ടാവാറില്ല. പിറ്റേ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഭജന നടക്കുമ്പോൾ നമ്മൾ അതൊന്നും അറിയാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പേര് കൊടുത്തേക്കാം, കാരണം കൂടുതൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒഴിവാക്കിക്കോട്ടെ. അപ്പൊ ഗൂഗിൾ ഫോമിൽ പലതും ചോദിച്ചു, യജ്ഞം ചെയ്ത് പരിചയമുണ്ടോ, അത് പരിചയമുണ്ടോ, ഇത് പരിചയമുണ്ടോ, പൂജാവിധികൾ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ ഞാൻ ഇല്ല 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 എന്ന് തന്നെ അങ്ങോട്ട് എഴുതി കൊടുത്തു. സത്യം പറഞ്ഞ പണ്ട് ഇവിടെ ഗായത്രി യജ്ഞം, സായീശ്വര ഗായത്രി യജ്ഞം അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഇല്ലാന്ന് തന്നെ ഇട്ട് കൊടുത്തു. ഒഴിവാകുവാണെങ്കിൽ ഒഴിവാവട്ടെ, ഭഗവാന് ഇതിലേക്ക് ആളെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ സംഘാടകർക്ക് കുറെ പേരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പേര് രജിസ്റ്റർ ചെയ്തത്. പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് വന്നപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള മെസ്സേജാണ്. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് ആവശ്യത്തിനുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളെ. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്കും കൂടി പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തില്ല. പിറ്റേ ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പേര് കൊടുത്തില്ലേ, വാട്സപ്പ് ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ജോയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ സന്ദീപ് ജി അടക്കമുള്ള പലരും അതിൽ ഓൾറെഡി ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോ ശരി, എന്നാ പിന്നെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ സന്ദീപൊക്കെ ചോദിച്ചു, അല്ല എങ്ങനെയാ നിങ്ങൾ ഇതിൽ പങ്കെടുത്തത്? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, കാരണം സ്റ്റേറ്റ് കോർഡിനേറ്റർമാരൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ ഇതിൽ അംഗമായി എന്നുള്ളൊരു ആശ്ചര്യം അവർക്കൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞ ഋത്തിക് എന്നുള്ള ഇതിലേക്കുള്ള ആദ്യ ഘട്ടം സെലക്ഷൻ വന്നത്. ഓക്കെ, അത് മതി. അപ്പോ പിന്നെ ക്ലാസ്സുകൾ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. എല്ലാ ദിവസവും അല്ല, എല്ലാ ആഴ്ചയും 1-2 ദിവസങ്ങൾ ക്ലാസ് ഉണ്ട്. രാവിലെ 5:30 മണിക്കാണ് ക്ലാസ്. അപ്പൊ നമ്മൾ ഓങ്കാര സുപ്രഭാതമൊക്കെ ചൊല്ലിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറും. വളരെ പാണ്ഡിത്യമുള്ള ഒരാളെയാണ്, മിടുക്കനായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ഗുരുവായിട്ട് കിട്ടിയത്. അധ്യാപകനെ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ക്ഷമിക്കണം. അധ്യാപകനായിട്ട് നമുക്ക് കിട്ടിയത് ചെന്നൈയിലുള്ള വിഘ്നേഷ് സാറായിരുന്നു. അപ്പൊ അദ്ദേഹം ക്ലാസ്സുകളൊക്കെ തുടങ്ങി. അപ്പോ കുറച്ച് കട്ടി ഉണ്ടാവും നമുക്ക് ആദ്യം അറിയാം, എന്നാലും എവിടെ ഇരുന്നു. അപ്പോ കുറച്ച് കട്ടി ഉണ്ടാവും നമുക്ക് അറിയാം, എന്നാലും ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു ശ്ലോകം അങ്ങോട്ട് അദ്ദേഹം ചൊല്ലി. എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലി. അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടെ നിർത്തിയാലോ, കാരണം ഇത്ര സങ്കീർണമായിട്ടൊന്നും ചൊല്ലാൻ സാധിക്കില്ല, ഇതിവിടെ നിർത്തിയാലോ എന്ന് വിചാരിച്ചു. അത്രയും. എന്നാലും അദ്ദേഹം നല്ലൊരു ട്രെയിനറായിരുന്നു, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ എന്തായാലും എല്ലാ ദിവസവും ഇങ്ങനെ ഉരുക്കഴിച്ച് നോക്കും, താഴ്ത്തിയും ഉയർത്തിയിട്ടൊക്കെ ചൊല്ലി ഒരു വിധമൊക്കെ നമ്മൾ വശപ്പെടുത്തിയെടുത്തു. എന്തായാലും മഹാന്യാസം ഒരു 6-8 മാസത്തോളം നീണ്ടു നിന്നു. അപ്പം അത്രയും ദിവസങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം ഇത് വായിക്കാൻ പഠിച്ചു, അതൊക്കെ വലിയ വലിയ കഥകളാണ്. പിന്നീട് ഇത് കാണാപ്പാഠം പഠിക്കണം. ഒരു പുസ്തകം ഇപ്പൊ പർത്തിയിൽ പോയാൽ അല്ല നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടും, ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം കംപ്ലീറ്റും നമ്മൾ മനഃപ്പാഠമാക്കിയാലാണ് അതിൻ്റെ ഒരു ഏറ്റവും പൂർണ്ണമായിട്ടുള്ള വിധത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയാൽ അത് പൂർണ്ണമായിട്ടും പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനത് മെനക്കെട്ട് കാണാപ്പാഠമൊക്കെ പഠിച്ചു. അങ്ങനെ അപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ 2ാം ഭാഗം യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭാഗം വന്നു. അത് അങ്ങനെ പഠിക്കാനൊന്നും സാധിച്ചില്ല. എന്തായാലും അത് പിന്നെ അവിടുത്തെ ആചാര്യന്മാരാണ് ചെയ്യേണ്ടത്, എന്നാലും നമ്മളത് കൂടെ നിൽക്കുമ്പോൾ നമ്മളത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെയൊക്കെയാണ് പർത്തിയിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ പർത്തിയിൽ പോയപ്പോഴുള്ള കാഴ്ച കാണിക്കാൻ അടുത്ത സ്ലൈഡ് കാണിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചതുപോലെയും ഒന്നുമല്ല, അതിലൊക്കെ എത്രയോ ഉന്നതമായിട്ടുള്ള ഒരു തലത്തിലാണ് അവിടുത്തെ ആചാര്യന്മാർ ചൊല്ലുന്നത് ഒക്കെ കണ്ടിട്ടുള്ളത്. ഇത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഭസ്മാഭിഷേകത്തിന്റെ പടമാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു തൃശൂലം കാണാം. ഈ തൃശൂലത്തിന്റെ ഒരു കഥയും കൂടി ഞാൻ പറയാം. അത് യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീനിവാസ് ശർമ്മ അവര് ഇത് ഉണ്ടാക്കുന്ന, സാധാരണ യജ്ഞത്തിന് ഇതുപോലെ ഒരു തൃശൂലം
അത് അർച്ചനയ്ക്ക് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് മതി. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണാം കേട്ടോ. ശരിക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സംഗീത് സാർ അത് വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്. അപ്പൊ അത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പം ഇൻസ്ട്രക്ഷൻ കൊടുത്തത് പിന്നെ ഈ ത്രിശൂലത്തിന്റെ ഉപരിഭാഗത്ത് വൃഷഭാരൂഢനായിട്ടുള്ള ഉമാസമേതനായിട്ടുള്ള മഹാശിവനെയാണ് അവര് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും സമ്മതിച്ചതും. പക്ഷെ പിറ്റേന്ന് വിളി വന്നു. എന്താണ്? അവര് പരമ്പരയായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ, വളരെ പൂജയോടും നിഷ്ഠയോടും കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്തരം യജ്ഞസാധനങ്ങളൊക്കെ. അപ്പൊ അവരുണ്ടാക്കുന്ന ആൾക്ക് ഒരു സ്വപ്നം കാണുന്നുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് സ്വപ്നത്തില് ഒരു വയസ്സായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇത് ഉമാസമേതനായിട്ടുള്ള പരമശിവനെ അല്ല വേണ്ടത്, അർദ്ധനാരീശ്വരനായിട്ടുള്ള ശിവനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. കാരണം അർദ്ധനാരീശ്വര അവതാരം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് യജ്ഞത്തിനായി കൊണ്ടുപോകുന്നത്. ആ യജ്ഞം നടക്കുന്നത് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള അവിടേക്കാണ്. നോക്കൂ, ഭഗവാൻ ശിവശക്തി സ്വരൂപമാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ട് യജ്ഞാചാര്യന് യജ്ഞത്തിന് മുമ്പേ കിട്ടിയ ഒരു അനുഭവമായിട്ടത് നിങ്ങൾക്ക് കാണാം. അടുത്തത്, അപ്പൊ യജ്ഞാചാര്യന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. ഇതാണ് ശ്രീനിവാസ ശർമ്മ. അദ്ദേഹമാണ് ചെന്നൈയിലുള്ള, അദ്ദേഹമാണ് യജ്ഞാചാര്യനായിട്ട് വന്നത്. അടുത്തത്, ഇത് ഇപ്പൊ നമുക്ക് 11 കുണ്ഠങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ 11 കുണ്ഠങ്ങളുണ്ട്. 11 ഏകാദശ രുദ്രന്മാരെ കാണിക്കുന്ന പിന്നെ കുണ്ഠങ്ങളാണ്. അപ്പൊ അതിൽ എൻ്റെ കുണ്ഠത്തിലുള്ള ആചാര്യനാണ് കാണുന്നത്. നോക്കൂ, എത്ര ചെറുപ്പക്കാരനാണെന്ന് നോക്കും. അപ്പൊ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരൊക്കെ വേദത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അടുത്തത്, വന്നില്ല പ്രസന്റേഷൻ വന്നില്ല. അടുത്തത് എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോ മീഡിയ സെന്ററിൽ അവര് എങ്ങനെയോ എൻ്റെ ഫോട്ടോ എടുത്തു, അതും ഒന്ന് വന്നു. അടുത്തത് കാണുന്നുണ്ടോ? പിക്ചർ കാണാമോ നിങ്ങൾക്ക്? ഓക്കെ. അടുത്തത്, ഇത് നിങ്ങൾ നോക്കിയ ഒരു ചെറിയ കുട്ടീനെ കാണാം. ഈ ചെറിയ കുട്ടി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു ഋഗ്വേദിയാണ്. ഋഗ്വേദം മുഴുവൻ പഠിച്ച് അതിനുള്ള പുരസ്കാരം, ഒരു പിന്നെ രജത കലശം ആദ്യം തന്നെ സമ്മാനമായി കിട്ടിയ ഒരു കുട്ടിയാണ് ആയിരിക്കുന്നത്. ഒന്ന് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു ശക്തി ആണ് ആ കുട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അടുത്തത്, ഇത് ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന പാഠശാലയിലെ ധാരാളം കുട്ടികളുണ്ട്. എന്തൊരു ഭംഗിയാ നോക്കും, എന്തൊരു തേജസ്സുള്ള കുട്ടികളാ നോക്കും. എടുത്തും കൊണ്ട് ഇങ്ങനെ ഓടിയിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ തോന്നുന്നു ആ കുട്ടികളൊക്കെ. അത്രയ്ക്കും തേജസ്സുള്ള കുട്ടികളൊക്കെ ജപിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ചു. ഞാൻ ബുദ്ധിമുട്ടി പഠിച്ച അതേ ശ്ലോകങ്ങളൊക്കെ കടുക് വറുക്കണ പോലെ വളരെ സുന്ദരമായിട്ടും സംശയമില്ലാതെയും അവരിങ്ങനെ ഉരുക്കഴിക്കണ കാണുമ്പോണ്ടല്ലോ, അതൊക്കെയാണ് നമ്മുടെ അഹങ്കാരം നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോ ഇത് നമ്മുടെ ശിവപാർവതി വിവാഹമാണ് യജ്ഞത്തിന്റെ അവസാനമായിട്ട് കാണിച്ചത്. അപ്പൊ അത് എല്ലാവരും കണ്ടു കാണും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഒരു മിനിറ്റ്, ഇന്ദിര വീഡിയോ ഓഫ് ചെയ്യൂ. ഇന്ദിര വീഡിയോ ഓഫ് ചെയ്യൂ. അപ്പോ ശിവപാർവതി വിവാഹം, ആ വിവാഹം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. വളരെ മനോഹരാണ് അത്. വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും സുന്ദരേശ്വരനായിട്ട് നമുക്കറിയാം. മധുര മീനാക്ഷി ക്ഷേത്രത്തില് പാണ്ഡ്യ രാജകുമാരിയായിട്ട് പാർവതി ദേവിയും സുന്ദരേശ്വരനായിട്ട് ശിവനും. വേറെ എവിടെ അങ്ങനെ ശിവൻ അങ്ങനെ സുന്ദരനായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ചുടല ഭസ്മവും ജടാമകുടവും ഒക്കെ പുലിത്തോലും ഒക്കെ കൊടുത്ത ശിവനെയാണ് നമുക്ക് പൊതുവെയും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ സുന്ദരേശ്വരനായിട്ട്, കല്യാണ ചെക്കനായിട്ട്, മണവാളനായിട്ട് വരുന്ന അതിസുന്ദരനായ ഭഗവാനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഭഗവാനെയും ഭഗവതിയെയും വിവാഹം കഴിപ്പിച്ച് അവർക്കുള്ള സമ്മാനങ്ങൾ കൊടുത്ത് ഊഞ്ഞാലാട്ടി ഭയങ്കര രസമായിരുന്നത് ആ വിവാഹ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. അടുത്തത്,
രുദ്രന്മാര് അല്ലെ. നമ്മൾ 11 രുദ്രന്മാരെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. നോക്കൂ, ഈ 11 രുദ്രന്മാരുടെ ഒരു സാങ്കത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രുദ്രന്മാരുടെയും പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അപ്പോ ആ സദാശിവ, മഹാദേവരുദ്രൻ, ശിവരുദ്രൻ, രുദ്രരുദ്രൻ, ശങ്കരരുദ്രൻ, നീലലോഹിത രുദ്രൻ, ഈശാനരുദ്രൻ, വിജയരുദ്രൻ, ഭീമരുദ്രൻ, ദേവദേവരുദ്രൻ, ഭവോദ്ഭവ. ഈ ഭവോദ്ഭവ രുദ്രകുണ്ഠത്തിലാണ് ഞാൻ ഇരുന്നത്. ആദിത്യാത്മക രുദ്രൻ. ഇവർക്കെല്ലാം പത്നിമാരുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്. എല്ലാവരെയും 11 കുണ്ഠത്തിലായിട്ട് നമ്മൾ ആവാഹിച്ച് അവർക്കുള്ള പൂജകളും ആഹുതികളും സമർപ്പിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു സാങ്കത്യം? നമ്മളിലുള്ള 11 ഗുണങ്ങൾ നമുക്ക് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഓരോരുത്തർക്കും നമുക്ക് ഓരോരോ ആഹുതികൾ സമർപ്പിക്കാന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇത് ആഹുതിയുടെ എല്ലാ ദിവസവും നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. അടുത്തത് പൂർണാഹുതിയുടെ സമയത്തുള്ള പൂർണാഹുതി ഇതിലേക്ക് സമർപ്പിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരുമ്പോൾ ചമകം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ആദ്യം നമ്മൾ നമകം ചൊല്ലിയിട്ട് സമർപ്പിക്കും. അപ്പൊ അതിൽ നമ്മൾ ഋത്വിക്കുകൾ എല്ലാവരും തന്നെ അക്ഷതം അല്ലെങ്കിൽ എള്ള് തിലഹോമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചമകം ചൊല്ലിയിട്ട് ആജ്യം അല്ലെങ്കിൽ നെയ്യ് സമർപ്പിക്കുന്നു. അപ്പൊ അത് ചെയ്യുന്നത് യജ്ഞാചാര്യനാണ്. ഓരോ കുണ്ഠത്തിലെ ആചാര്യനുണ്ട്. എൻ്റെ കുണ്ഠത്തിലെ ആചാര്യനെ ഞാൻ കാണിച്ചുവല്ലോ. അപ്പൊ അദ്ദേഹമാണ് അത് ചെയ്യുന്നത്. അപ്പോ ഈ ചമകത്തിലെ ഈ യജനം അല്ലെങ്കിൽ ആഹുതി സമർപ്പണം എന്ന് പറയുമ്പം അത് ഏറ്റവും 10ാമത്തെ അനുവാദം, ചമകത്തിലെ 10ാമത്തെ അനുഭാഗം എടുക്കുകയാണെങ്കിൽ ഗർഭാഷ്ടമേ വൃക്ഷാഷ്ടമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് എന്താണെന്ന് അറിയാം, പലതരം പശുക്കളെയാണ് പറയുന്നത്. 1 വയസ്സുള്ള പശു, 2 വയസ്സുള്ള പശു, 3 വയസ്സുള്ള പശു, പ്രസവിച്ച പശു, പ്രസവിക്കാത്ത പശു, കാളക്കുട്ടൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പശുക്കളെ തരുമെന്ന് ഒക്കെ അപേക്ഷിക്കുന്നു. അതിനുശേഷം പ്രാണോ യജ്ഞേന കൽപ്പേത, അപാനോ യജ്ഞേന കൽപ്പേത, വ്യാനോ യജ്ഞേന കൽപ്പേത, ചക്ഷുർ യജ്ഞേന കൽപ്പേത, ശ്രോത്രം യജ്ഞേന കൽപ്പേത. അപ്പോൾ നമ്മുടെ പ്രാണനെ നമ്മൾ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു. നമ്മുടെ ചക്ഷുസ്, നേത്രങ്ങൾ, കാഴ്ച അല്ലെങ്കിൽ കേൾവി, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഭഗവാനെ സമർപ്പിക്കുന്നു. നമ്മളെ വാക്കുകൾ, മനസ്സ്, ആത്മാവ് തന്നെയും ഭഗവാൻ സമർപ്പിക്കുന്നു. എന്തിനു പറയുന്നു? ഈ യജ്ഞോ യജ്ഞേന കൽപ്പേത, ഈ യജ്ഞം തന്നെയും ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇതൊന്നും എൻ്റെതല്ല, ഇതം ന മമ എന്നാണ് ആ ഒരു ചമകത്തിന്റെ ആ ഒരു അവസാനം എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അതാണ്. അപ്പൊ അതാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ രുദ്രയജ്ഞത്തിന്റെ എത്രയോ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് കേട്ടോ. അപ്പൊ അത് എല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. വളരെ ദിവ്യമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും, പ്രത്യേകിച്ച് നമ്മളൊക്കെ, എനിക്കിപ്പോ പൊതുവെ തൊണ്ടയ്ക്ക് കുറച്ച് സെൻസിറ്റീവാണ്. കാരണം ഒരു അഖണ്ഡവചന അല്ലെങ്കിൽ ഒരു ഏകാദശ രുദ്രോ കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് തൊണ്ടയിൽ നിന്ന് കാറ്റേ വരുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് 11 ദിവസവും അതിന്റെ മുന്നേ ഉള്ള ഒരു ദിവസം എല്ലാ ദിവസവും നമ്മൾ രുദ്രം 11 ആവർത്തിയും ചൊല്ലി, നമകവും ചൊല്ലി, മറ്റ് കാര്യങ്ങളൊക്കെ ചൊല്ലി, അതൊക്കെ നമ്മൾ സാധാരണ ചൊല്ലുന്നതിൽ എത്രയോ അധികം ഉയർന്ന ശ്രുതിയിൽ ഉച്ചത്തിലാണ് ചൊല്ലിയത്. പക്ഷെ തൊണ്ടയ്ക്ക് ഉച്ച വരെ ചൊല്ലി ഉച്ച കഴിയുമ്പോൾ കുറച്ചൊന്ന് അടയ്ക്കും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ചൊല്ലാനിരിക്കുമ്പോൾ പഴയ ശബ്ദം തന്നെ വരും. വലിയൊരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഭഗവാന്റെ ഉണ്ടായിട്ടില്ല. അടുത്തത് കാണിച്ചോളൂ. നോക്കൂ, അവസാനം ഞാൻ കാണിക്കുന്നത് അവിടെ ഒരു നന്ദികേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. വലിയ നന്ദീനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. യജ്ഞശാലയിൽ നിന്ന് പുറത്ത് നമ്മൾ കയറുമ്പോൾ അവിടെ ഒരു നന്ദികേശ്വരനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്ദികേശ്വരൻ എപ്പോഴും നമുക്കറിയാം ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ നന്ദികേശ്വരൻ നമ്മളോട് പറയുന്നത് എപ്പോഴും ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ആ നോട്ടം മാറ്റരുത്. ഭഗവാനിലേക്കുള്ള നമ്മുടെ കണക്ഷൻ ഒരിക്കലും വിട്ടുപോകരുത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു. അവസാനം ഈ പൂർണ്ണാഹുതി സമയത്ത് തലേ ദിവസം നമ്മളോട് പറഞ്ഞു നാളെ പൂർണ്ണാഹുതിയാണ്. പ്രത്യേകിച്ച് അതുവരെ ഉടുത്ത വസ്ത്രം ഒക്കെ മാറി പുതിയൊരു സെറ്റ് വസ്ത്രം നമുക്ക് പ്രശാന്തിയിൽ തന്നിരുന്നു. അതുടുത്ത് കളർഫുൾ ആയിട്ട് എല്ലാവരും വന്നു. അപ്പൊ ഈ അത് ഉടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങാട്ടോ. അത്
അങ്ങനെ നമുക്ക് പരിചയമുള്ള വസ്ത്രമല്ലല്ലോ. പക്ഷെ എന്നാലും അതൊക്കെ ഭംഗിയായിട്ടൊക്കെ ഉടുത്തു ചെന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞത് പ്രോഷണം ചെയ്യേണ്ട കാര്യമുണ്ട്, വെള്ളം തീർത്ഥജലം എല്ലാവർക്കും തളിക്കണം, അപ്പൊ അതിനൊരു ടീമിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേരൊക്കെ അതിലിട്ടു. അപ്പൊ വെള്ളം കൊണ്ടു കൊടുക്കേണ്ട ജോലിയാണ് നമുക്കിട്ടത്. ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേ എന്റെ മനസ്സിൽ പോകുന്നത്, ഈ ആൾക്കാരിടയ്ക്ക് കൂടി നടക്കുമ്പോൾ ഈ വസ്ത്രത്തിൽ ചവിട്ടി അബദ്ധാവോ അല്ലെങ്കിൽ ഇനി വെള്ളം വീണ തറയിൽ കൂടെ നടക്കുമ്പോൾ നമുക്കറിയാം കുൽവന്ത് ഹാൾ നല്ല മിനുസാണ്, അവിടെ എങ്ങാനും വീണു പോയാലൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ ഓടിയത്. എന്തായാലും ആ പൂർണ്ണാഹുതിന്റെ സമയത്ത് നമ്മളോട് മുന്നോട്ടേക്ക് വന്നിരിക്കാൻ പറഞ്ഞ് മുന്നോട്ട് പോയിരുന്നു. അപ്പം ശിവലിംഗത്തിന്റെ തൊട്ടടുത്ത് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. യജ്ഞാചാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 101 നദികളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടേ. അപ്പോ ഞാനത് നോക്കിക്കൊണ്ട് എനിക്ക് യജ്ഞാചാര്യന്റെ തൊട്ട് പിറകെ തന്നെ നിൽക്കാനും ആ ശിവലിംഗ ദർശനം ആ സമയത്ത് കൺകുളിർക്കെ കാണാനുമുള്ള അവസരം കിട്ടി. അപ്പൊ നമ്മുടെ സന്ദീപ് ജിയൊക്കെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചമത കൊണ്ട് എന്തൊക്കെയോ കൂട്ടിക്കെട്ടുന്നൊക്കെയുണ്ട്, ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഈ ദർശനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം ഈ പിന്നെ ഇതും കൊണ്ട് മുന്നോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഒരു ചമതക്കെട്ട് ആരോ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതും പിടിച്ച് ഞാൻ ശിവലിംഗത്തിന്റെ പിറകിലേക്ക് പോയി. വെള്ളം സപ്ലൈ ചെയ്യാണ്, തീർത്ഥജലം കേട്ടോ, തീർത്ഥജലം. അപ്പൊ അവിടെ നിറയെ കുംഭങ്ങളാണ്. അപ്പോ ഈ കലശത്തില് 2 കലശം ഞാൻ എടുത്തു, അതിൽ വെള്ളം നിറയ്ക്കാൻ നോക്കി. അപ്പൊ സന്ദീപ് ജി എന്നോട് ചോദിച്ചു, അല്ല ഈ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ദർഭയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ ദർഭയുടെ വെച്ചു, ശരിയാണ്, വെള്ളം കൊടുക്കാൻ ദർഭയുടെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിയുമ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പിറകെ പോയിട്ട് പ്രോഷണം ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ നേരത്തെ എടുത്ത ദർഭ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ദർഭ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ഞാൻ പ്രോഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി, ആൾക്കാരുടെ ഇടയിലേക്ക് പോയി. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ പ്രോഷണം ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ മുഖങ്ങൾ ഇങ്ങനെ കാണണ്ടേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ അത് 10-20 വർഷം മുമ്പേ കേട്ടോ, സപ്താഹ യജ്ഞം നടക്കുന്നുണ്ടായി പൂർണ്ണചന്ദ്രയില്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ ഇതേപോലെ ദർഭയുടെ വലിയ ചൂല് ഒക്കെ എടുത്തിട്ട് വന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഞാൻ ആ രംഗമൊക്കെ ഇങ്ങനെ മനസ്സിൽ എൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ ഓടിപ്പോയി. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് സ്വയബോധം ദേഹബോധവും ഒക്കെ പോയി. അതുവരെ ഞാൻ ഈ വസ്ത്രത്തിനെ പറ്റിയിട്ടും കെട്ടിയതും പിന്നു കുത്തിയതും വീഴോ നടക്കുവോ എന്നുള്ള എല്ലാ ചിന്തകളും എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ മുന്നിൽ ആകെ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള ഈ തീർത്ഥം എല്ലാവരുടെ മുഖത്തും എല്ലാവരുടെ കൈകളിലും എത്തണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തില് ദേഹബോധം കംപ്ലീറ്റ് പോയി എന്ന് പറയാം. എന്നിട്ട് ഈ ഇതെടുത്ത് ഞാൻ എല്ലാവർക്കും തളിച്ചു. കുൽവന്ത് ഹാളിന്റെ ഏറ്റവും പിറകിലെത്തിയപ്പം താഴെ ആ വളവില്ലേ, ഈസ്റ്റ് പ്രശാന്തിന്റെ വളവിൽ താഴെ 2-3 പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പുറത്തേക്ക് തളിച്ചത് ഉടനെ ഒരു 10-30 പേര് ഓടി ഇങ്ങോട്ട് വന്നു, 4 സൈഡിൽ നിന്ന് ഓടി വന്നു. അപ്പോഴവരെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ഹൃദയം അങ്ങോട്ട് ഇതായിപ്പോയി. ഭഗവാന്റെ അനുഗ്രഹമായിട്ടുള്ള ഒരു തുള്ളി തീർത്ഥത്തിന് വേണ്ടിയിട്ട് ഇത്ര ഭക്തജനങ്ങൾ ഓടി വരുന്നല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പിന്നെ അവർക്കൊക്കെ തീർത്ഥം മതിയാവുവോളം പ്രോഷണം ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ സന്ദീപ് ജി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ പിന്നെ താമസമൊക്കെ ചെന്നൈയിലെ അംഗങ്ങൾ വളരെ സേവാദൾസ് വളരെ സ്നേഹപൂർവ്വം പ്രേമപൂർവ്വമാണ് ചെയ്തത്. സ്വാമിക്ക് എങ്ങനെയാണോ ഭഗവാൻ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അതേപോലെയാണ് നമ്മളെയൊക്കെ അവർ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്യാൻറ്റീനിലെ ഭഗവാന്റെ ഫോട്ടോയിൽ വിഭൂതി വർഷവും കൂടി പ്രത്യക്ഷപ്പെട്ട് ഉണ്ടായി. അപ്പൊ ഇത്രയാണ്, ഒരു 3 മിനിറ്റ് അധികമായി പോയി അല്ലെ. അപ്പൊ ഇത്രയാണ് എനിക്ക് അനുഭവങ്ങളായിട്ട്. ഇല്ല, കുറച്ചധികമായാലും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ യജ്ഞം കണ്ടുവെങ്കിലും ഇത് യജ്ഞത്തിലൂടെ ജീവിക്കുകയാണ് ഷാജി ചെയ്തു തന്നത്. വളരെ വളരെ സന്തോഷം. ഇത്ര ഭംഗിയായിട്ട് ആ യജ്ഞത്തിലൂടെ ഞങ്ങൾക്കും കൂടെ ഒന്ന് വീണ്ടും പോവാനുള്ള ഒരു ഇതുണ്ടായി. കാരണം മനസ്സിലായിട്ട് ചെയ്യുന്നതും മനസ്സിലാവാതെ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പൊ ആ യജ്ഞം നമ്മൾ അറ്റൻഡ് ചെയ്തതിന്റെ പൂർണ്ണമായ അനുഭവം സാധ്യമായത് ഈ ഒരു പ്രഭാഷണത്തിലൂടെയാണ്. താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഭഗവാൻ ഇതുപോലെ പോഷണം ചെയ്ത സമയത്ത് ഞാനും അവിടെ ഉണ്ടായിട്ടുണ്ട് 1-2 തവണ. അതും ഓർമ്മിപ്പിച്ചു. നന്നായി. താങ്ക് യു സോ മച്ച്. സായിരാം. ഭജന ചൊല്ലാനായോ? അല്ല, പറഞ്ഞിട്ട് തീർത്താ മതി. 5 മിനിറ്റും കൂടെ ഒക്കെ എടുക്കാം.
ഓക്കെ. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്, സ്പെഷ്യൽ ഡേ ആയിട്ട് എടുക്കാം. സ്പെഷ്യൽ ആണല്ലേ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മള് ഈ യജ്ഞത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഓരോ മന്ത്രങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ധ്വനി ഈ പിന്നെ എല്ലാ ദിവസവും ആചാര്യന്മാരുടെ വൈകുന്നേരത്തെ ഒരു പരിപാടി ഉണ്ട് അവരുടെ. ഋഗ്വേദികൾ വന്നിട്ട് ഋഗ്വേദം ചൊല്ലുന്നു, സാമവേദികൾ വന്നിട്ട് സാമവേദം ചൊല്ലുന്നു, അഥർവവേദം ചൊല്ലുന്നു, കൃഷ്ണയജുർവേദം ശുക്ലയജുർവേദം വേറെ വേറെ ചൊല്ലുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കാണും പ്രാർത്ഥന. ചതുർവേദി ആയിട്ടുള്ള ഒരാളാണ് ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ശബ്ദം എന്തൊരു ഗാംഭീര്യ ശബ്ദമാണ് അറിയാം, എന്തൊരു സുന്ദരമായ ശബ്ദം. ഞാനിങ്ങനെ കൊതിയോടുകൂടി നോക്കി നിന്നു. അപ്പൊ അദ്ദേഹം ഈ പ്രാർത്ഥനകൾ ഓരോ ദിവസവും പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ ദിവസം പ്രാർത്ഥനകൾ വെച്ചാൽ ഓരോ പ്രാവശ്യം 11 പ്രാവശ്യം ചൊല്ലുന്നുണ്ടല്ലോ, 11 പ്രാർത്ഥനകളാണ് ഓരോ ദിവസം ചൊല്ലുന്നത്. ഒന്നാമത്തെ ദിവസം പ്രാർത്ഥനകൾ ബാലവികാസിന് വേണ്ടിയിട്ടായിരുന്നു, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കുട്ടികളുടെ പഠിപ്പ്, കുട്ടികളുടെ ആരോഗ്യം, തീരെ ചെറിയ കുട്ടികളുടെ ആരോഗ്യം, അവരുടെ പിന്നെ ബ്രഹ്മകർമ്മം, അവരുടെ പിന്നെ പഠിപ്പിന്റെ കാര്യങ്ങൾ, അവർക്ക് രോഗം ഒന്നും ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള 11 കാര്യങ്ങളാണ് ഒന്നാമത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചത്. ഓരോ അനുഭാഗം പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പറയുമ്പോണ്ടല്ലോ നമ്മൾ ശരിക്കും അത് അനുഭവിച്ചു പോകും. കാരണം ഈ രുദ്രത്തിന്റെ ഒരു ശക്തി, ഈ രുദ്രം ലോകത്തിന് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ എല്ലാ ഐശ്വര്യങ്ങളും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്കത് സങ്കല്പിക്കാനുള്ള വിവരോ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പണ്ഡിതന്മാരായുള്ള ആൾക്കാർ ഈ പ്രാർത്ഥനകളൊക്കെ ചിട്ടപ്പെടുത്തി നമുക്കത് എണ്ണം തെറ്റാതെ പറഞ്ഞു കേൾപ്പിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ ദിവസം യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. യുവാക്കന്മാരും യുവതികളും എങ്ങനെ സദാചാര ബോധത്തോടു കൂടി ജീവിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ, യഥാ സമയത്ത് വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും അന്ന് ഈ യുവാക്കളുടെ കാര്യം പറഞ്ഞ അന്ന് സമിതിയിലുള്ള ഒരു ചേച്ചി വിളിച്ചു, എൻ്റെ മകളുടെ വിവാഹ കാര്യത്തിന് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്ന് അതായിരുന്നു പ്രാർത്ഥന, യുവതികൾക്കും യുവാക്കൾക്കും യഥാകാലം അനുരൂപരായിട്ടുള്ള വരന്മാരും വധുക്കളും ഒക്കെ കിട്ടട്ടെ എന്ന് തന്നെയായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പൊ അതുപോലെ പിന്നീട് വൃദ്ധജനങ്ങൾക്കുള്ള മറ്റൊരു സെറ്റ് പ്രാർത്ഥനകള്. പിന്നീട് അതൊക്കെ കഴിഞ്ഞപ്പം സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഇത്തരം പ്രാർത്ഥനകളിൽ നിന്ന് ആദ്യത്തെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തത്വാധിഷ്ഠിതമായിട്ടുള്ള കൂടുതൽ പ്രാർത്ഥനകളിലേക്ക് വന്നു. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തില് മഴ പെയ്യണേ, പിന്നെ സമയത്ത് മഴ, അങ്ങനെയുള്ള ധാന്യങ്ങൾ വിളയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനകൾ വന്നു. അതും കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് ആധ്യാത്മികതയിൽ ഒരു ആസക്തി ഉണ്ടാവണം എന്നുള്ളത് വന്നത്. അതായത് നമ്മളൊക്കെ വാഹിനികളെ പറ്റി, ഇപ്പം ഞാൻ വാഹിനിയിലാണല്ലോ തുടങ്ങിയത്. സത്യം പറഞ്ഞ ആ വാഹിനി വിദ്യാവാഹിനിയാണ്. വിദ്യാവാഹിനി വളരെ ചെറിയൊരു പുസ്തകമാണല്ലോ, ആകെ 10-60 പേജൊക്കെ ഉള്ളൂ തോന്നും. അതൊക്കെ വായിച്ചും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് 1-2 പേജ് വായിച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഏതോ ലോകത്തിലെത്തിയ പോലെ തോന്നും. അത്രയ്ക്കും ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പണ്ടൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഗൃഹസ്ഥന്മാർക്കും അറിയേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. അപ്പൊ അത് പഠിക്കാനും ആധ്യാത്മിക കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും അനുഭവിക്കാനും ഒക്കെ നോക്കൂ, നമ്മുടെ സമിതികളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റഡി സർക്കിളുകളുണ്ട്. ഇപ്പൊ ഇതുപോലെ കാസർഗോഡിന്റെ ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. എല്ലാ ദിവസവും ഇത് ഒരു നിഷ്ഠയായിട്ട്, ഒരു തപസ്സായിട്ട്, ഒരു സാധനയായിട്ടാണ് കാസർഗോഡുകാർ ഇത് ചെയ്യുന്നത്. എനിക്കറിയാം കാസർഗോഡിലെ DP, മുൻ DP, പിന്നെ കോർഡിനേറ്റർ, കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അപ്പൊ അവരെല്ലാം നല്ലൊരു ടീമായിട്ട് ഇതിന്, വത്സല മേഡത്തിനെ എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുരേഷ് സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സന്ദീപ് ജിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ അവരൊക്കെ കൂടിയിട്ട് ഏറ്റവും ലളിതമായിട്ട്, അല്ലെ, യാതൊരു ചെലവുമില്ല. ഇത് ഫോൺ എടുക്കുക, ഓണാക്കുക, ചെവിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ നമുക്ക് സത്സംഗല്ലേ. എന്തൊരു ഭാഗ്യാണ് സത്സംഗത്തെ, നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലത്വം, നിശ്ചലത്തെ ജീവൻ മുക്തി എന്ന് പറഞ്ഞ പോലെ വളരെ എളുപ്പമാണ്. ഇതിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മരച്ചോട്ടില്, ആൽമരത്തിന്റെ ചോട്ടില്
ചിത്തമാരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ അവരുടെ ആശയങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഗൂഗിൾ മീറ്റ്. പിന്നെ നമ്മുടെ സമിതികളിൽ തന്നെ ഇതിനുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് പങ്കെടുക്കാൻ ഒരു ആസക്തി വേണം അല്ലെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ ഈ മാസം നമ്മൾ 3 പ്രാവശ്യം പോയി, 4ാമത്തെ ആഴ്ച ഞാൻ പോണില്ല, ഇവിടെ വീട്ടിലിരിക്കട്ടെ എന്നൊക്കെ തോന്നുമ്പോൾ അതൊക്കെ ഒരു മായയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ സമിതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈശാവാസ്യം ജഗത് എന്ന് പറഞ്ഞല്ലോ, എല്ലാം ഭഗവാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഋത്വിക് ആയതുകൊണ്ട് ഇദ്ദേഹം വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് എത്താം. അതങ്ങനെയല്ല. ഭഗവാനെ എല്ലാവരും ഒരുപോലെയാണ്. ഋത്വിക് ആയാലും ശരി, സാധാരണ ഏത് ഡിവോട്ടീസിനും അവരവരുടേതായിട്ടുള്ള വിധത്തില് ഇപ്പൊ മാല കിട്ടുന്ന ഒരു ഭക്തയ്ക്ക് അതിലൂടെ തന്നെ ഭഗവാൻ മോക്ഷം കൊടുക്കും അല്ലെ. നമ്മള് പൂന്താനത്തിന്റെ കഥ കേട്ടിട്ടുണ്ട്. പൂന്താനത്തിന് ഭഗവാൻ നേരിട്ട് വന്ന് വിമാനത്തിൽ കൊണ്ടുപോകുമ്പം അവിടുത്തെ ഇല്ലത്തിലെ ദാസിയാണ് കൂടെ പോകാൻ തയ്യാറായത്. അപ്പോ അതേപോലെ തന്നെയുള്ളൂ ഭഗവാൻ അങ്ങനെ യാതൊരു വേർതിരിവില്ല. അപ്പൊ എല്ലാ സമിതിയിലെ എന്ത് പണിയാണെങ്കിലും നമ്മളത് ഒരു നിഷ്ഠയായിട്ട് ഒരു സാധനയായിട്ടും, ഇപ്പൊ വിളക്ക് കഴുകുന്ന ജോലിയാണെങ്കിൽ അത് മാത്രം നമ്മൾ ഒരു സാധനയായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാണ്. ബാക്കിയുള്ളവർ എന്ത് പറയണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട. അല്ലെങ്കിൽ സമിതി തുടയ്ക്കുന്നു, അപ്പൊ എല്ലാവരും വിചാരിക്കുന്നു, പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് ആരും ഒരു വില കൽപ്പിക്കുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നമ്മൾ സമിതിയിൽ ഉപയോഗിക്കുക. യാതൊരു മടിയും കൂടാതെ നിസ്വാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ടും. സമിതിയിൽ ഭഗവാൻ എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. സമിതി സംഘടന ഭഗവാന്റെ ശരീരമാണ്. അപ്പൊ അതില് ആണ് നമ്മൾ യജ്ഞം നടത്തേണ്ടത്. ഈ യജ്ഞമാണ് യജ്ഞം. അപ്പൊ നമ്മളെ മനസ്സ്, ഇപ്പൊ നേരത്തെ നമ്മളെ ചമകത്തിൽ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ അർപ്പിക്കുന്നു. നമ്മുടെ പ്രാണൻ, നമ്മുടെ ശക്തി, നമ്മുടെ ചക്ഷുസ്, ഇതെല്ലാം നമ്മൾ ഭഗവാൻ വേണ്ടി അർപ്പിക്കുന്ന യജ്ഞകുണ്ഠമാണ് ഈ സമിതികൾ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് നമ്മളെ എല്ലാ കഴിവുകളും നിഷ്ഠയോട് കൂടിയിട്ട്, ഇപ്പൊ നമ്മൾ നിഷ്ഠ സാധന അതൊക്കെ പ്രധാനമാണ് കേട്ടോ. കാരണം നമ്മളിപ്പം 12 ദിവസം അവിടെ ഇരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഒരു ദിവസവും മുട്ടുവേദന ഇല്ല, കാലുവേദന ഇല്ല, ശബ്ദം പോയിട്ടില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് അതിന്റെ ഒരു വ്രതശുദ്ധി. നമുക്കൊരു 6 മാസം മുമ്പേ വ്രതം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഉള്ളി, വെളുത്തുള്ളി ഇതൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ടും സദാ ഈ മന്ത്രങ്ങളുടെ ധ്യാനം ചെയ്തതുകൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനെ കിട്ടിയത്. അപ്പൊ അതേപോലെ നമുക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അതിനുള്ള പ്രാപ്തി ഭഗവാൻ തരും. കാരണം നമ്മൾക്ക് ഇതേപോലെ തന്നെ ഏത് മന്ത്രമാണോ ഇഷ്ടം, ഏത് ഭജനയാണോ ഇഷ്ടം, അത് നമ്മൾ പാടുക, ഭഗവാനെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ സേവിക്കുക. അങ്ങനെയാകുമ്പോൾ ഭഗവാൻ നമ്മുടെ യജ്ഞം, അർച്ചന, ആഹുതിയൊക്കെ സ്വീകരിക്കുന്നതിൽ തർക്കമില്ല. നമ്മളെല്ലാവരെയും ഭഗവാൻ സ്വീകരിക്കും. നമ്മുടെ ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കും. അവിടെ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, നിങ്ങളിപ്പോ എൻ്റെ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി വളരെ കുതൂഹലത്തോടെ ഇരിക്കുന്നു. ഭഗവാന്റെ ദിവ്യദർശനാണ് ഈ സമയത്തുള്ളെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പ്രഭാഷണം നടത്തി നിങ്ങൾ ആരെങ്കിലും വരുമോ? ഇല്ലല്ലോ. അപ്പൊ ഭഗവാനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭഗവാനാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്. അതിന്റെ മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുന്നു. ഈ വാക്കുകളൊക്കെ ശ്രവിച്ച എല്ലാ മഹത്തുക്കളായിട്ടുള്ള ഭക്തർക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. നമ്മളെല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ്. ഭഗവാന്റെ അടുക്കളയേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമുക്ക് ശ്രദ്ധ, ഭക്തി, വിവേകം, ജ്ഞാനം എന്തൊക്കെ വേണം. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കണം അല്ലെ. സമത്വത്തോടും സഹനാവതു സഹനോപുനത്തു സഹവീര്യം കരവാവഹൈ. നമ്മുടെ ചിന്തകളും ശക്തികളൊക്കെ നമ്മൾ പങ്കുവെക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പഠിക്കുക. നമ്മുടെ വീര്യം ഒരുമിച്ച് പങ്കുവെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറുമ്പോൾ ഭഗവാൻ അത് എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ ഒരേപോലെ വന്ന് ഒരേ കാര്യത്തിൽ ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് വലിയൊരു സന്തോഷം തോന്നില്ലേ. അപ്പൊ ജഗത്പിതാവായിട്ടുള്ള സായി ഭഗവാന് തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിയും. അതുകൊണ്ടാണ് സമൂഹ സാധനയിൽ ഭഗവാൻ ഇത്ര പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് രുദ്രം ജപിക്കണേലും ഭഗവാൻ ഇഷ്ടം നമ്മളെല്ലാവരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റും കൂടി നടത്തുകയാണ്. നിങ്ങൾ കാസർഗോഡ് ജില്ലയിലും സമൂഹമായിട്ട് വേദ പഠനം നടത്തണം, വേദ ക്ലാസ്സുകൾ നടത്തണം. അടുത്ത നവംബറിൽ നമ്മുടെ ഭഗവാന്റെ ദിവ്യ ജന്മ ശതവാർഷികം വരുമ്പോഴത്തേക്ക്
എല്ലാവരും രുദ്രമൊക്കെ പഠിച്ച് ആ നവംബർ മാസത്തിൽ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് ഒരു ചെറിയ വിധത്തിൽ നമുക്കൊരു ഏകാദശ രുദ്രോ ഒരു മഹാരുദ്രോ ഒക്കെ നടത്താനുള്ള ഒരു പ്രാപ്തി കാസർഗോഡിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. സായിരാം. സായിരാം. ഭഗവാന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇടും, അത് കഴിഞ്ഞിട്ടൊരു ഭജന പാടണം, എന്നിട്ട് നമുക്ക് തീരും. സായിരാം. స్వామి యొక్క తృప్తి ఏ విధంగా ఉండాలి? How to please Bhagavan? సద్గుణములను మనం మొట్టమొదట నింపుకోవాలి. We should fill our heart with good virtues. నేడు ఒక విధంగాను రేపు మరొక విధంగా కూడాను మార్చుకోకూడదు. We should not go on changing from day to day. చలించని మనసును, భ్రమించని దృష్టిని మనం పోషించుకోవాలి. We should see that we'll have the unwavering mind and steadiness in our vision. నిజంగా విద్యా విధానం లోపల 3 విధమైనటువంటి గుణములు ఎందుకు బోధించింది మన భారతీయ సంస్కృతి? The culture of Bharat laid much emphasis on 3 principles in the field of education. సర్వం కలివిదం బ్రహ్మ అన్నది. First declaration is Sarvam Khalvidam Brahma. అనగా సర్వత్రా నిండినటువంటి వాడు భగవంతుడు ఒక్కడే అనేటువంటి సత్యాన్ని విశ్వసించాలి. One should have strong faith that God is all pervasive. ఇలాంటి నమ్మకాన్ని మొట్టమొదట సాధించాలి. First we should achieve this confidence in this faith. ఈ నమ్మకంను సాధించినప్పుడే మనం అన్నిటిని కూడా సాధించమవుతాం. With this strong faith you'll be able to achieve anything. Where there is confidence, where there is confidence, there is love. there is love. Where there is love, Where there is love, there is truth. there is truth. Where there is truth, Where there is truth, there is peace. there is peace. Where there is peace, Where there is peace, there is bliss. there is bliss. Where there is bliss, Where there is bliss, there is God. there is God. కనుకనే మొట్టమొదట విశ్వాసం, So we begin with confidence. కడపటి ఫలము మనకు ఆనందము. The result at the end is bliss. కనుక ఆనందం మనకు ప్రాప్తించాలంటే In order to be blissful, ఒక విత్తనం భూమిలో నాటినప్పుడు when we sow a seed in the ground, అది క్రమక్రమేణా మొక్కగా మారుతుంది. it germinates, sprouts up into a తిరిగి sapling. వృక్షంగా తయారయ్యి Then it becomes a tree ఫలపుష్పములను మనకు అందిస్తుంది. and bears the fruits. అదే విధంగానే Likewise, మానవుని యొక్క సంకల్పం అనేటువంటి బీజమును the seed of human thought మన హృదయం నందు బాగా నాటినప్పుడు should be sown in the field of heart. అది గొప్ప ఆధ్యాత్మిక శక్తిగా మారి It germinates into a spiritual tree, అందు నుంచి సుఖ సంతోషముల ఆనందం అనేటువంటి యొక్క పుష్పములు అందిస్తుంటారు. and that will have the flowers of happiness and peace. ఇన్ని భజన పాడుకోడు. दया करो शिव गंगाधारी, कृपा करो शिव हे त्रिपुरारी, कृपा करो शिव हे त्रिपुरारी, दया करो शिव गंगाधारी। राम मधुर गुण मंगलकारी, राम मधुर गुण मंगलकारी, अलत निरंजन त्रिशूलधारी, अलत निरंजन त्रिशूलधारी, दया करो दया करो दया करो भोला भंडारी, दया करो
कृपा करो, रक्षा करो भोला भंडारी, दया करो शिव गंगा धारी. സായിരാം. ഒരിക്കൽ കൂടി കാസർഗോഡിലെ എല്ലാ ഭക്തജനങ്ങൾക്കും സായിരാം. താങ്ക് യു സോ പറഞ്ഞു. മച്ച് സാജി. സായിരാം. സായി ഉപമ. വിഷയവസ്തുക്കൾ അഥവാ ഇന്ദ്രിയ വസ്തുക്കൾ ഏറ്റവും മാരകമായ വിഷമാണ്. ശ്രീകൃഷ്ണൻ കാളിയന്റെ പത്തികളിൽ നൃത്തം വെക്കുമ്പോൾ എല്ലാ വിഷവും കാളിയൻ ശ്രദ്ധിച്ചു കളഞ്ഞു. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പാമ്പിന്റെ ഫണം പോലെ മിനുസമുള്ളതും മൃദുലവുമാക്കണം. അങ്ങനെ ആയാൽ കാളിയനെ കീഴടക്കിയ ഭഗവാൻ ആദരിക്കപ്പെടുമ്പോൾ ലോകവും അതിൻ്റെതായ എല്ലാ വിഷങ്ങളും വിഷപ്പുകയും അകലുകയും നിങ്ങളുടെ ആരോഗ്യം പൂർവസ്ഥിതിയിലാവുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയമാകുന്ന ഫണത്തിനുമേൽ ഈശ്വരന്റെ നാമവും രൂപവും നൃത്തം ചെയ്യുവാൻ അനുവദിക്കുക. ജയ സായിരാം. സായിരാം. നീ ശാന്തിമന്ത്രം പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.